അല്ല ഗൈസ്, ഖൈസിൻ്റെ ഒരു വീഡിയോ കണ്ട് ഗൈസ്. ഖൈസ് പർപ്പിൾ ഹാൽസിയോൺ അശ്വാനി എ എന്ന് പേരുള്ള പർപ്പിൾ ഹാൽസിയോൺ ഇൻസ്റ്റാഗ്രാമിലുള്ള സോഷ്യൽ മീഡിയയിലേക്കുള്ള മൂപ്പത്തിയൊരു സബ്സ്ക്രിപ്ഷൻ വഴി 69 ലക്ഷം ഒരു മാസം സമ്പാദിക്കുന്നു എന്ന ഒരു കാര്യത്തെ മുൻനിർത്തി ഖൈസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഗൈസ്. സംഗതി എന്താ വെച്ചാൽ അവർ സബ്സ്ക്രിപ്ഷൻ എടുത്ത് എക്സ്ക്ലൂസീവ് കണ്ടൻറ് രീതിയിൽ 69 ലക്ഷം ഒരു മാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓനുണ്ട് സഹിക്കാണ്ട് ഓരതിൽ ചെയ്തത് എന്താണിത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, തുണി പൊക്കി കളിക്കുന്നു ഇതൊക്കെ പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള വൈബിളുള്ള ഒരു വീഡിയോയുടെ അവിടെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഓനൊക്കെ എന്താ പ്രശ്നം? ഇവിടെ ഇല്ലീഗലായിട്ട് ഓരോന്നും അവിടെ ചെയ്യാത്തിടത്തോളം കാലം പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. അതുമാത്രമല്ല അതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ സോഷ്യൽ മീഡിയ വഴി അപ്പോൾ നമുക്കറിയാം സണ്ണി ലിയോണിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾക്ക് അവർ സണ്ണി ലിയോണിനൊക്കെ സപ്പോർട്ട് ചെയ്യും. പക്ഷേ ഇങ്ങനെയുള്ള ആളുകളെ ഇവർ സപ്പോർട്ട് ചെയ്യില്ല. രേണുസുതി സബ്സ്ക്രിപ്ഷൻ എടുത്തപ്പോൾ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് സഗതിയായിട്ട് വന്നപ്പോൾ ആളുകൾക്ക് പ്രശ്നം. പർപ്പിൾ ഹാൽസി 69 ലക്ഷം അശ്വാനിയെ ഇങ്ങനെ പൈസ ഉണ്ടാക്കുന്നത് ഇവർക്ക് പ്രശ്നം, ഇവർക്കെത്തിൻ്റെ കേടാണ്. അപ്പോൾ ഇതെന്താ കഴിച്ചാൽ എന്തൊരു സദാചാര പോലീസിങ്ങിൻ്റെ ഒരു സംഭവമായിട്ടാണ് കേസ് എനിക്ക് തോന്നുന്നത്. കേസ് എന്ന് പറയുന്നത് വെറുതെ ചുമ്മാ അത് കുറ്റം പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കണ രീതിയിലുള്ള ഈ ഒരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരാണ് റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് വമ്പ ഹിറ്റായിട്ട് എടുക്കുന്ന ആൾക്കാർ. ഏത് ലോകത്ത് ഇവർ ജീവിക്കുന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ടല്ലോ. എന്തായാലും അത് വലിയൊരു ഇൻസ്പിറേഷൻ അല്ലേ? ഒരാൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് 69 ലക്ഷം രൂപ സബ്സ്ക്രിപ്ഷൻ വഴി, അതായത് അവരുടെ ബോഡിയാണ് അവരുടെ കണ്ടൻറ്റ്, അല്ലെങ്കിൽ അവരുടെ ഒരു ആർട്ട് ആണ് അവരുടെ ഒരു കണ്ടൻറ്റ് എന്ന് പറയുന്നത്. ഒരു ബോഡീനെ ഒരു ആർട്ടിസ്റ്റിക്കായ രീതിയിൽ അവർ പോർട്രേ ചെയ്യുക എന്നുള്ളതിൽ ഇപ്പോൾ എന്താ വിഷയം? എനിക്ക് പ്രത്യേകിച്ച് തോന്നുന്നില്ല ഗൈസ്. ഇത് ഖൈസിൻ്റെ ഒരു സൂക്കേടായിട്ടാണ് എനിക്ക് തോന്നണത്. അല്ലെങ്കിൽ പിന്നെ എന്താ വെച്ചാൽ ചുമ്മാ ഇങ്ങനെയുള്ള കണ്ടൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് ആളുകൾ കാണാനുണ്ട്. നമുക്കറിയാലോ അത്യാവശ്യം നല്ല രീതിയിൽ വ്യൂസ് ഉള്ള വൈറൽ കണ്ടൻറ്റിനൊക്കെ ഹെയ്റ്റേഴ്സും ഉണ്ടായിരിക്കും, സപ്പോർട്ടേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവമാണ്. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കണ്ടൻറ്റോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ എന്താ വെച്ചാൽ ആളുകൾക്ക് അതൊന്നും താല്പര്യമില്ല. ആളുകൾക്ക് ഇങ്ങനെയുള്ള ഉത്സിതങ്ങൾ ഇങ്ങനെ രീതിയിലുള്ള ഒരു സാധനം സെമി ന്യൂഡായിട്ടുള്ള രീതിയിലുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ അങ്ങനെ കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയ രീതിയിലുള്ള സംഗതികളൊക്കെ ചെയ്യുന്ന ആളുകളോടൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും. എന്തായാലും എന്നെ സംബന്ധിച്ചോളം ഇത് കൈസിൻ്റെ വീഡിയോ കടവൊക്കെ ചിരിയാണ് തോന്നിയത്. ഇതെന്തപ്പോൾ തോന്നി ഇങ്ങനെയൊക്കെ സംഭവം ചെയ്യുന്നത്? രേണുസുദീനൊക്കെ എത്ര ട്രോളുണ്ട് ആൾക്കാർ. രേണുസുദിക്ക് എന്തിൻ്റെ കേടാണ്, ഓളെന്താണ് ഇങ്ങനെ സംഭവങ്ങൾ ചെയ്യണമെന്ന്. ഇതിലൊന്നും കാര്യമില്ല കേസ്. ആളുകൾ കഴിവുള്ളവരെ അംഗീകരിക്കണം. അത് നമ്മുടെ ശരീരം എന്നൊക്കെ പറയുന്നത് അത് നമ്മുടേതായ ഫ്രീഡം വെച്ചിട്ട് പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും അല്ലേ, വിത്തിൻ ലിമിറ്റ്സ്. അപ്പോൾ ആ ലിമിറ്റ് എന്താണെന്ന് സ്വയം അറിയാവുന്നിടത്തോളം കാലം പിന്നെ ഇപ്പം എന്താ വിഷയമുള്ളൂ. പിന്നെ ഇതൊക്കെ കാണാൻ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ, യൂട്യൂബിലായിക്കോട്ടെ, ടിക്ടോക്കിൽ ശ്രുതി തമ്പിനൊക്കെ ഇങ്ങനെ വലിയ രീതിയിൽ അങ്ങനെ കുറ്റം പറയുന്നുണ്ട്. ശ്രുതി തമ്പി 2 കോടിയുടെ വീട് വെച്ചു, ടിക്ടോക്കിലൊരു ഗെയിമുണ്ട് ഇത്രേ. എന്താ ഗെയിം അറിയോ? ആൾക്കാർ വന്നിട്ട് അങ്ങനെ ചെയ്യും അങ്ങോട്ട് തിരി ഇതൊക്കെ പറയുമ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കുക, അങ്ങനെ കിട്ടുന്ന പൈസയാണെന്ന്. അങ്ങനെ കിട്ടുന്ന പൈസയാണെങ്കിൽ എന്താ ഇപ്പോൾ പ്രശ്നം? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൈസ് ഇങ്ങനെ വീഡിയോ ചെയ്തിട്ട് അവന് ഒരുപാട് പൈസ കിട്ടുന്നില്ലേ? അത് അവൻ ചെയ്യുന്നത് എന്താണ്? അവൻ്റേതായ കാര്യങ്ങൾ, ഒരു വിഷയത്തെക്കുറിച്ചുള്ള അവൻ്റെ അഭിപ്രായം ഇങ്ങനെ പറയണു. എല്ലാവരും ഇങ്ങനെ അതേ അഭിപ്രായം പറഞ്ഞിട്ട് തന്നെ പൈസ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്നുണ്ട്? ഇല്ലല്ലോ. ചില ആളുകൾക്ക് അവർക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമായിരിക്കും, വീഡിയോ എടുക്കാൻ ഇഷ്ടമായിരിക്കും. ഇപ്പോൾ സിനിമ കുറേ ആളുകൾക്ക് ഇഷ്ടമാണ്. പൊതുവെ ഭൂരിഭാഗം പിന്നെ സിനിമ ഭയങ്കര ക്രേസുള്ള ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പോൾ അതിൽ മുമ്പൊക്കെ എന്താ വെച്ചാൽ സിനിമയിലൊരു അവസരം കിട്ടുക എന്നുള്ളതായിരുന്നു ആളുകളുടെ വലിയ സംഭവം. ഇപ്പം എന്താ വെച്ചാൽ അങ്ങനെ സിനിമയിലൊരു അവസരം കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, സ്വയം ഷോർട്ട് ഫിലിംസ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസ് നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിൽ സോഷ്യൽ മീഡിയ ഇങ്ങനെ ആ ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അത് ആളുകൾ ഉപയോഗിക്കുന്നു. ഇതിനങ്ങനെ എടുത്താൽ പോരെ? ഞാൻ ഇതിനൊക്കെ ഒരു ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റായിട്ട് കാണുന്ന കേസ്. ഇങ്ങനെ എക്സ്ക്ലൂസീവ് കണ്ടൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഓരോ സാധനങ്ങളൊക്കെ ചെയ്യണത് ഇതിനത്ര അങ്ങനെ എടുത്താൽ മതിയായിരിക്കും. ഇതൊരു വലിയ കാര്യമില്ലേ? വെറുതെ സദാചാര മാമനായിട്ട്, പരദൂഷണ മാമനായിട്ട് ഖൈസ് പതിച്ച് പോകുന്നു എന്നുള്ള എൻ്റെ ഒരു, എനിക്ക് അങ്ങനെയാണ് തോന്നണത്. ഇത് വേറെ കാര്യമൊന്നുമില്ല.